നിയമം ഒരു ചെലന്തി വലയാണ്. അതിലെ വലിയ ചെലന്തികൾ രക്ഷപ്പെടുകയും ചെറിയ പ്രാണികൾ കുടുങ്ങുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു പ്രശസ്തമായ നമ്മളെപ്പോഴും ആവർത്തിക്കുന്ന ഒരു പ്രയോഗമാണ് ബൽസാക്കിൻ്റെത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ബിഹൈൻഡ് എവരി ഫോർച്യൂൺ ദർ ഇസ് എ ക്രൈം. എല്ലാ സൗഭാഗ്യങ്ങളുടെയും പിന്നിൽ ഒരു കുറ്റകൃത്യമുണ്ട് എന്ന് അതൊരു പ്രകൃതി സത്യമാണ്. ഇന്നലെ ആ കേസിൽ നിന്നും അദ്ദേഹത്തെ വെറുതെ വിട്ടത് സാങ്കേതികപരമാവാം, നിയമപരമാവാം, നമ്മളാരും ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗ്യത്തിൻ്റെ എലമെന്റ് കൂടിയുണ്ട്. ആ ഭാഗ്യം ഒരു ക്രിമിനൽ പ്ലാനിങ്ങിലൂടെ നടത്തിയെടുത്തതാണോ എന്ന് സംശയിക്കാനുള്ള ഒരവകാശം ഒരു പൗരൻ എന്ന രീതിയിൽ ഒരു കേരളീയനുണ്ട്, നമുക്കെല്ലാവർക്കുമുണ്ട്. കാരണം നിഷ്പക്ഷമായ ഒരു വിചാരണ ആ കോടതിയിൽ നടന്നോ, നിഷ്പക്ഷമായ ഒരു വിചാരണ നടപടികൾ ആ കോടതിയിൽ ഈ കേസിൽ നടന്നോ എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ ആ തെളിവുകൾ കൃത്യമായ രീതിയിൽ പ്രോസിക്യൂഷൻ തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കുവാനുള്ള അനുവാദം പ്രോസിക്യൂട്ടർമാർക്ക് കിട്ടിയോ? അതിന് ഏറ്റവും വലിയ ഒരു സംശയം എനിക്ക് തോന്നുന്നത്, രണ്ട് പ്രഗത്ഭരായ അഭിഭാഷകർ പ്രോസിക്യൂട്ടർ സ്ഥാനം ഉപേക്ഷിച്ചു പോയി, കംഫർട്ടബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ ഉപേക്ഷിച്ചു പോയി എന്നുള്ളത് വളരെ സംശയത്തോടു കൂടി കാണേണ്ട ഒരു സംഗതിയാണ്. വളരെ പരിചയസമ്പന്നരായ കൃതഹസ്തരായ പ്രോസിക്യൂട്ടർമാർ. മറ്റൊന്ന് ബൈജു സൂചിപ്പിച്ചത് മാതിരി ഈ കേസിൻ്റെ ആദ്യ ഘട്ടത്തിലും പിന്നീട് എറണാകുളം സെഷൻസ് കോർട്ടിൽ ഇരിക്കുന്ന ഘട്ടത്തിലും ഈ മെമ്മറി കാർഡിൽ വന്ന ഓൾട്ടറേഷൻസ്, അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയ 3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കേരളം മുഴുവൻ അറിയുന്ന കാര്യമാണ്, ചർച്ചയായ കാര്യമാണ്, പരാതിയുള്ള കാര്യമാണ്. ഹൈക്കോടതിയിൽ ഇപ്പോഴും ആ പരാതി കിടക്കുന്നതാണ് മനസ്സിലാക്കിയത്. അത്ര നിസ്സാരമായിട്ടാണോ ആ ട്രയലിനെ നമ്മുടെ ജുഡീഷ്യറി വീക്ഷിച്ചത് എന്നുള്ളത് അത്യന്തം ആശങ്കാകുലമായ ഒരു കാര്യമാണ്. ഈയിടെ അനുബന്ധമായി മറ്റൊരു കാര്യം പറയട്ടെ. കേരളത്തിലെ ഏറ്റവും അധികം നമ്മളെ വേദനിപ്പിച്ച ഒരു സംഭവമാണല്ലോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മഹാരാജാസ് കോളേജിൽ വെച്ച് അഭിമന്യു എന്നൊരു കുട്ടി കൊല്ലപ്പെട്ടത്. ആ കുട്ടിയുടെ കൊലപാതകം സംബന്ധിച്ച ഫയൽ കോടതിയിൽ കാണാനില്ല എന്നൊരു വാർത്ത ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് ശ്രദ്ധിക്കാം. എൻ്റയർ ഫയൽ ഇറ്റ്സെൽഫ് ഈസ് മിസ്സിംഗ്. ഇനി അത് തിരിച്ചു കിട്ടിയോ, അത് റീക്രിയേറ്റ് കിട്ടിയോ, അത് കിട്ടിയാൽ തന്നെ അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ എന്താകും എന്നൊക്കെ നാം കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ആ കേസിൽ വിചാരണ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ പ്രമാദമായ കേസുകളിൽ മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമത്തിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം ഉമേഷ് ബാബു പറഞ്ഞ പോലെ ഒരു മരിച്ച പറമ്പിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. കാരണം എല്ലാവർക്കും ഒരു പ്രത്യാശ എന്ന് പറയുന്നത് നിയമവും നിയമ നടപടികളും അത് നീതിപൂർവം എത്തുന്ന ഒരു കൺക്ലൂഷനുമാണ്, ഒരു ജഡ്ജ്മെൻ്റാണ്. അത് ആ യാത്ര നീതിപൂർവമല്ല എങ്കിൽ ആ സാക്ഷികളെ കൂറുമാർച്ചതിനെ കുറിച്ചൊക്കെ ഇവിടെ നമ്മൾ പറയുകയുണ്ടായി. മുമ്പേ ഉമേഷ് ബാബു പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. ഈ സമൂഹമാണ് ഈ സിനിമക്കാരെ പോറ്റുന്നത്. സമൂഹമാണ് ഇന്നലെ വരെ റോഡിൽ കൂടെ നടന്ന് ഒരുത്തനെ പിടിച്ച് സൂപ്പർ സ്റ്റാർ ആക്കുന്നത്. സമൂഹമാണ് ഒന്നുമില്ലാതിരുന്ന ഒരാളെ പിടിച്ച് മികച്ച സംവിധായകനാക്കുന്നത്. ഇവിടെ അധ്വാനിക്കുന്നവൻ കൊടുക്കുന്ന, തിയേറ്ററിൽ കൊടുക്കുന്ന പണമാണ് ഇവരെയൊക്കെ തടിച്ചു കൊഴുപ്പിക്കുന്നത്.